ഞങ്ങളെ കണ്ടൻറ് വീഡിയോനെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കുട്ടികളെ അവസ്ഥകളാണിത്. കുട്ടികളെന്ന് മാത്രമല്ല, ഒരു പണക്കാരെ വീട്ടിലേക്ക് നമ്മൾ പാവപ്പെട്ട ആൾക്കാർ പോകുമ്പം നമ്മളെ വേർതിരിച്ച് കാണുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെയൊക്കെ അനുഭവത്തിൽ ചെറുപ്പത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി. നമുക്ക് ഒരു വലിയൊരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളാരൊക്കെ വേർതിരിക്കുന്നുണ്ട് എന്ന് തോന്നും. അങ്ങനത്തെ ഒക്കെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു യത്തീമായ കുട്ടികൾക്ക് നമ്മൾ എല്ലാവരും ആശ്രയം കൊടുക്കണം. ഇനി ആരും ഇല്ലാത്ത ആളുകൾ ചേർത്ത് പിടിക്കണം. അതാണ് ഞങ്ങളെ കണ്ടതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ചേർത്ത് പിടിക്കുക, ആരെയും വേർതിരിച്ച് കാണാതിരിക്കുക. ഞങ്ങൾ എല്ലാ എപ്പിസോഡിലും ഞങ്ങൾ പറയുന്നതാണ്, ആരെയും നമ്മൾ വേർതിരിച്ച് കാണാതിരിക്കുക. പാവപ്പെട്ടവരായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, യത്തീമായിക്കോട്ടെ, അനാഥരായിക്കോട്ടെ, എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുക. കാരണം നമുക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ജീവിക്കുക. നമുക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആവണം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ നിൽക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നല്ലൊരു എന്താ പറയുക, നല്ലൊരു രീതിയിലാണെന്ന് നമുക്ക് തോന്നണം. അപ്പോഴാണ് നമ്മൾ ലൈഫിൽ വിജയിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യുകയാണെങ്കിലും കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഉള്ളവർ പറയായിരുന്നു വയലിൽ നിന്ന് പണിയെടുത്താൽ വരുമ്പത്തു നിന്ന് കൂലിന്ന്. ഇപ്പം അങ്ങനെയല്ല, വയലിൽ നിന്ന് പണിയെടുത്താൽ വയലിൽ നിന്ന് തന്നെ കൂലി കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നമുക്ക് പിന്നീട് കിട്ടുക. പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മളെ മക്കൾക്കും തിരിച്ച് കിട്ടുക. അങ്ങനെ നമ്മൾ ആലോചിക്കും, നമ്മൾക്ക് തിരിച്ച് കിട്ടാൻ നമുക്ക് വലിയ ഇതില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളെ മക്കൾക്കും അതുതന്നെ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കാനാവുമോ? അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മളെല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് പിടിക്കുക. ഇനി ഞങ്ങൾ ഒരു പുതിയ കണ്ടന്റ് ആയിട്ട് ഇനിയും നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം.